19 വയസ്സ് പ്രായമായ പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു വലിച്ചെറിഞ്ഞു. അത് കൊടും പാപമായി ചിത്രീകരിക്കുന്ന മീഡിയകൾ. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് അതിലും ഭീകരം. കേരളം ഈ അടുത്ത കാലത്തൊന്നും നന്നാകാൻ പോകുന്നില്ല. ഇത് പറഞ്ഞയാൾ തന്നെ ഇട്ട പോസ്റ്റിലെ ഫോട്ടോയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അതും അദ്ദേഹം തന്നെ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഹലോ ഗായ്സ്, എൻ്റെ ഈ 4 വിരലും മടച്ചിരിക്കുകയാണ് ഗായ്സ്. ഇതെനിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റി. ഈ 4 വിരലിനും ഈ 4 വിരലിനും ഇത് മഴ പെയ്യുമ്പോഴാണ് ഇത് വരാറുള്ളത് ഗായ്സ്. ഇത് വിരൽ അടിച്ചു പോയ പോലെ, വിരല് ഒരു ഫീലിങ്സ് ഇല്ല. ഒരു എന്തോ ഒരു നമ്മുടെ കാലൊക്കെ ഇങ്ങനെ തരിക്കൂലേ, അതേപോലെ കൈയുടെ വിരല്. ഇത് എന്ത് ചെയ്തിട്ട് നേരെയാണെന്നില്ല. ഇതിപ്പോ തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കൂടുതലായി. ഇത് എന്ത് ചെയ്യും ഗൈസ്? ഞാൻ കുറെ നേരം കൈയൊക്കെ ഇങ്ങനെ ആക്കി, കുറെ എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കി. എവിടുത്തെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരൂ ഗൈസ്. വീഡിയോയുടെ ലാസ്റ്റിൽ ആ കുട്ടി ചോദിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരുമെന്നാണ്. അപ്പോൾ ചില കാര്യങ്ങൾ കുട്ടിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. കുട്ടി ഒരുപക്ഷെ ദൈവവിശ്വാസി അല്ലായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഏത് മതത്തിലോ വിശ്വസിച്ചോളൂ, പക്ഷെ നിങ്ങൾക്ക് പ്രകൃതിയിൽ തന്നെ നിങ്ങൾക്ക് അതീതമായൊരു ശക്തിയുണ്ട്. ആ ശക്തിയിലൂടെയാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നും. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മനസ്സിങ്ങനെ നമ്മളെ തള്ളിക്കൊണ്ടിരിക്കും. ചിലപ്പം ചില മോശം കാര്യങ്ങളിലായിരിക്കും നമ്മുടെ മനസ്സിൽ കയറി വരുന്നത്. മോശം കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മളെ മനസ്സിൽ കയറ്റി വെച്ചാൽ എപ്പോഴും മോശം മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. പോസിറ്റീവ് വൈബ് കിട്ടുന്ന കാര്യങ്ങളാണ് ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നെഗറ്റീവ് വൈബിന് അവിടെ സ്ഥാനമില്ലാതാവും. പിന്നെ ഈ ദൈവവിശ്വാസം വേണമെന്ന് പറയുന്നതിനൊരു പ്രധാന കാരണം നമ്മൾ പലപ്പോഴും തെറ്റിലേക്ക് പോകാതിരിക്കാൻ ഒരാൾ അവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ശരിക്കും ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. നമുക്ക് എന്തെങ്കിലും തെറ്റിലേക്ക് പോകുമ്പോൾ അതിലോട്ട് പോകരുത് എന്ന് ഉള്ളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നത്. ഏത് ദൈവത്തെ വിശ്വസിക്കണം എന്നുള്ളതല്ല, ഏതെങ്കിലും ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. ഈ പറഞ്ഞ പ്രസ്താവന, ഒരു കുട്ടി 19കാരി പ്രസവിച്ചു, അത് പുറത്തേക്ക് എറിഞ്ഞു, അത് കൊടും പാപമല്ല എന്ന് പറയണമെങ്കിൽ മനസ്സൊരുപാട് ക്രൂരത നിറഞ്ഞതായിപ്പോയി. അതിന് കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവചരിത്രമാണ്. ഏതാണ്ട് 10ഓളം പേരുമായിട്ട് ഇവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിച്ചു എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരാളിനെ വിവാഹം കഴിച്ചാൽ ആ മനുഷ്യനുമായിട്ട് ചേർന്ന് ആ മനുഷ്യൻ്റെ മക്കളെ പ്രസവിച്ച് കുടുംബജീവിതം നല്ല രീതിയിൽ പോകുന്നതാണ് നല്ല കുടുംബം എന്ന് പറയുമ്പോൾ. അതാണ് സന്തോഷവും സമാധാനവും ഉള്ളത്. ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. എല്ലാ കുടുംബങ്ങളിലും ഫുൾ നെഗറ്റീവ് അല്ല. ചില സമയം പെട്ടെന്നൊരു കാര്യം പറയുമ്പോൾ ആ നമ്മുടെ എതിർ ഭാഗത്ത് നിൽക്കുന്ന ആളിന് പെട്ടെന്ന് അത് ഇഷ്ടപ്പെടാതെ വരികയും പെട്ടെന്നൊരു കോപം വരികയും നമ്മളെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തെന്ന് വരാം. ഉടനെ ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ള നല്ല കുടുംബജീവിതം. അതിനുശേഷം തിരിച്ചും അദ്ദേഹം വരും. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ലഭിക്കുന്നത് ഒരു കുടുംബജീവിതം ഭദ്രമായി പോകുന്നിടത്താണ്. അല്ലാതെ കാണുന്ന വ്യക്തികളോടൊക്കെ ഇഷ്ടം തോന്നി അവരെ പിന്നാലെ പോയി അത് ആണ് സുഖമെന്നും അതാണ് നല്ലതെന്നും വിചാരിക്കുന്നിടത്ത് വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. നമ്മൾ നാവ് കൊണ്ടും പാപം ചെയ്യാതിരിക്കണം. ഇപ്പോൾ നമ്മുടെ കൈക്കാണ് പ്രശ്നം വന്നത്. ഇനി നാവ് കൊണ്ടും പാപം ചെയ്യാതിരിക്കണം. നാവ് കൊണ്ടും പാപം ചെയ്താൽ തീർച്ചയായും നാവ് തന്നെ അനങ്ങാൻ പറ്റാതായിപ്പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഒരു ക്രൂരമായ കാര്യം പറഞ്ഞ് തീർന്നില്ല, അതിനു മുമ്പേ അടുത്തൊരു വീഡിയോ വരേണ്ട ഗതി വന്നില്ലേ?
എൻ്റെ കൈക്ക് പ്രശ്നമാണ്, കൈ മരവിച്ചിരിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞതാ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരവസ്ഥ വന്നില്ലേ? തീർച്ചയായിട്ടും ആ കൊച്ചു കുഞ്ഞ് എന്ത് പിഴച്ചു? ആ 19കാരി ചെയ്തത് പെട്ടെന്ന് ആ കുട്ടിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ചെയ്തു പോയതായിരിക്കാം. പക്ഷെ അതിന് മുന്നേ ഒരു സംഭവമുണ്ട്. ഈ പിന്നാലെ പോയി സുഖിച്ച സമയമുണ്ട്. അതും ഒരു തെറ്റല്ലേ? വീട്ടുകാർ പാവങ്ങൾ പൈസ ഉണ്ടാക്കി മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് വിടുമ്പം ഇതാണോ ചെയ്യേണ്ടത്? തന്നെ പോലെയുള്ള കുട്ടികൾ ഇതാണോ മാതൃകയായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതൊന്നും മാതൃകയല്ല. ശരിയായിട്ട് വീട്ടിൽ അപ്പനും അമ്മയും പറഞ്ഞു വിടുകയാണെങ്കിൽ അവരെ വഞ്ചിക്കാതെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് തിരിച്ചു വരണം. ഈ പോകുന്ന സമയം എന്ന് പറയുന്ന ഒരു ടീനേജ് ആയിരിക്കും. ഒരു പുരുഷനുമായിട്ട് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയമാണ്. ചിലപ്പോൾ വീട്ടിൽ അതിനെ കൂടുതൽ വിലക്ക് കൽപ്പിക്കുകയും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുകയും ചെയ്യുമ്പോൾ സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കൂടുതൽ പുരുഷന്മാരുമായിട്ട് അടുക്കുകയും ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. കൂടുതലും നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പുരുഷൻ നമ്മോട് കൂടുതൽ അടുക്കാൻ വന്നാൽ അവന് നമ്മുടെ ശരീരം ഒരിക്കലും വിൽക്കരുത്. നിങ്ങൾ എത്രയാണോ സ്നേഹിച്ചോ, എത്രയാണോ പ്രേമിച്ചു കിടന്നോ, പക്ഷെ ശരീരം മാത്രം വിറ്റുള്ള കളി ഒരിക്കലും നമ്മളെ കുട്ടികൾ ചെയ്യരുത്. ആ സുഖം അല്പനേരം മാത്രമേ നിൽക്കുകയുള്ളൂ. നമ്മളെ വീട്ടുകാർ കണ്ടുപിടിച്ച് ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുത്തി നമ്മളൊരു കുടുംബമായി കഴിഞ്ഞാൽ അത് എന്നെന്നും നിലനിൽക്കും. പക്ഷേ ചില സ്ഥലത്ത് അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ചില സ്ഥലത്ത് പെൺകുട്ടികളായിരിക്കും കുറ്റക്കാർ, ചില സ്ഥലത്ത് പുരുഷന്മാരായിരിക്കും. അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും നമുക്കൊരു ഇണയുണ്ടായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും വരുമ്പോൾ നിനക്ക് സുഖമില്ലേ, നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ പോകണ്ടേ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു വ്യക്തി ഉണ്ടായാൽ തീർച്ചയായിട്ടും അതല്ലേ നല്ലത്. നമുക്ക് നമ്മുടെ മാക്സിമം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മോടൊപ്പം സംസാരിച്ചിരിക്കാൻ ഒരു തുണയുണ്ടായിരുന്നാൽ അതല്ലേ നല്ലത്. അങ്ങനെ ചിന്തിക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ കാണുന്ന പുരുഷന്മാരോടൊപ്പം പോയി സന്തോഷം പങ്കിടുന്നത് ആണോ നല്ലത്? ചിന്തിക്കൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാഗൊണ്ട് ചെയ്തു പോയ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് മാപ്പ് തരണേന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് വലിയൊരു അപരാധമാണ്. ദൈവം പോലും പൊറുക്കാത്തൊരു അപരാധമാണ് പറഞ്ഞത്. ആ കൊച്ചു കുഞ്ഞിനെ ആലോചിച്ച് നോക്കൂ. അതെന്ത് പിഴച്ചു? അതിനെ എടുത്ത് പുറത്തേക്കെറിഞ്ഞു. അപ്പോൾ അതൊരു കുറ്റമല്ല എന്ന് പറയാൻ താങ്കൾക്ക് എങ്ങനെ സാധിച്ചു? കുഞ്ഞെ, തീർച്ചയായിട്ടും നീ ദൈവത്തോട് ചോദിച്ചു ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കൂ. തീർച്ചയായിട്ടും നിനക്ക് വിടുതൽ കിട്ടും. എങ്ങനെ വിടുതൽ കിട്ടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡോക്ടർക്ക് കൂടെ ആയിരിക്കാം, തക്കതായ സ്ഥലത്ത് നിന്നെ കൊണ്ടെത്തിക്കും. നിനക്ക് വേണ്ടിയിട്ട് ദൈവം തക്ക സ്ഥലത്തെത്തിച്ച് ചിലപ്പോൾ രക്ഷപ്പെടുത്തും. ചിലപ്പോൾ നിനക്ക് അതിന് വേണ്ടിയിട്ടൊരു വഴി കാണിച്ചു തരും. അപ്പോൾ നീ രക്ഷപ്പെടും. ഇനിയും നിന്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുരുക്കുകയാണ്. നീ നല്ല കുട്ടിയായി തിരിച്ചു വരൂ.